കാണുന്നത് ഒരു വീടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കൂ. ഇതൊരു വീടാണ് മക്കളെ, ഒരു ഒന്നൊന്നര വീട്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വീടിന്റെ ഹൗസ് വാമിംഗ് കേട്ടോ. ഏകദേശം 27,000 സ്ക്വയർ ഫീറ്റ് ആട്ടോ. ഇടുക്കി കട്ടപ്പനയിലെ വാലുമേൽ ഹൗസ് ആട്ടോ, നമ്മളെ കോക്കോ സ്പൈസസിന്റെ ബിനോയ് ചേട്ടന്റെ വീട് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒന്നൊന്നര ഹൗസ് വാമിംഗ് പരിപാടി. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം. ഞാനിപ്പോൾ ഇടുക്കി കട്ടപ്പനയിലെ ഒരു പടുകൂറ്റ വീടിന്റെ ഹൗസ് വാമിംഗ് പരിപാടിക്ക് വന്നിട്ട് ഒരു വമ്പൻ വീട് ഒന്ന് കാണേണ്ട കാഴ്ച കേട്ടോ. ഭക്ഷണ വിശേഷത്തിന്റെ മുമ്പ് നമുക്ക് വീടിന്റെ അകത്തെ വിശേഷങ്ങൾ കണ്ടോക്കാം. ഇവിടുത്തെ ഡൈനിങ് ടേബിളൊക്കെ റിമോട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം കേട്ടോ. നമ്മളൊക്കെ ഒരു ലക്ഷറി ഷോപ്പിംഗ് മാളിലൊക്കെ പോണ ആ ഫീൽ കിട്ടോ. ഓട്ടോമാറ്റിക് ഡോറുകൾ. ഈ വീട്ടിലെ ഒരു ഹോം തിയേറ്റർ ആട്ടത്. സാധാരണ ചെറിയൊരു ഹോം തിയേറ്റർ എല്ലാ വീട്ടിലും ഇങ്ങനെ ഉണ്ടാവാറ്, പക്ഷെ ഇതൊരു നമ്മൾ ഫിലിം തിയേറ്റർ പോലെ അത്രയ്ക്ക് ലക്ഷറി സെറ്റപ്പ് കിട്ടോ. കിച്ചണിലൊക്കെ അത്രക്കും ലക്ഷറി ആയിട്ടുള്ള ബെൻലിന്റെ ചെയർ ആണ് കേട്ടോ. ഇവിടെ ആ ഒരു ലിഫ്റ്റ് ഒക്കെ ഉണ്ട് വീടിന്റെ അകത്ത്. വീടിൻ്റെ ഉള്ളിൽ ലിഫ്റ്റ്. അപ്പം നമുക്ക് മേലത്തെ നിലയ്ക്ക് പോയേക്കാം. ഓക്കെ, ഇവിടെ ബില്ലിയാർഡ്സ്, സ്നൂക്കർ അങ്ങനെ സംഭവങ്ങളാണ്. ഇതൊരു ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം അല്ല കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് ബെഡ്റൂമുകൾ, ഒരു വമ്പൻ വീട് കേട്ടോ. ശരിക്കും ഒന്ന് കാണേണ്ട കാഴ്ച കേട്ടോ ഇത്. എൻ്റെ അമ്മോ, ശരിക്കും വാലുമൽ ഹൗസിന്റെ ലക്ഷറി കാണണമെങ്കിൽ മേലെന്ന് നോക്കുമ്പോൾ കാണാൻ കണ്ണങ്ങോട്ട് തള്ളിപ്പോട്ടോ. ഇവിടെ മസാജ് ചെയർ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. കട്ടപ്പനയിൽ അത്യാവശ്യം തണുപ്പാണല്ലോ, അപ്പോൾ ഇവിടെ മേലെങ്ങനെ ഇരുന്നിട്ട് തണുപ്പും കാറ്റൊക്കെ കൊള്ളാൻ പറ്റിയ സ്ഥലം കേട്ടോ. അടിപൊളി. വീടിന്റെ ടോപ്പ് നോക്കി കഴിഞ്ഞാൽ ഇവന്റ് നടക്കുന്ന പന്തല കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. ഹൗസ് വാമിങ്ങിന്റെ ഫുഡ് നമ്മളെ പാലസ് കിച്ചണും ഇവന്റ് ചെയ്തിട്ടുള്ള മാരിറ്റസ് ഇവന്റ് ആണ്. ഇവിടെ ബിരിയാണിന്റെ ദമ്മ് പൊട്ടിക്കുന്ന ചടങ്ങാട്ടോ. എല്ലാവരും വന്നിട്ട് വീടിന്റെ ആൾക്കാരൊക്കെ ആ പാലസ് കിച്ചണിന്റെ മട്ടൻ ബിരിയാണി ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മളെ ഏരിയയുടെ ഭക്ഷണത്തിന്റെ ഒന്ന് കാണേണ്ട മെനോട്ടോ. ഇല്ലാത്ത സാധനങ്ങളും ഒന്നുമില്ല. അത് ഒരു പരിപാടിക്ക് വന്നിട്ട് ഇങ്ങനെ കാണണം കേട്ടോ. ബിരിയാണി ചെമ്പ് ഇങ്ങനെ പോകുന്നു, പാട്ട് ഇങ്ങനെ പാടണു. ഈ ചെമ്മിനകത്ത് ചെറിയ ചെറിയ ആട്ടിൻകുട്ടികളത് അങ്ങനെ സ്ലോ കുക്ക് ചെയ്ത് സ്റ്റീം ചെയ്ത് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ലക്ഷറി ഇവന്റ് നടത്തണമെങ്കിൽ അത് പാലസ് കിച്ചൺ ഒരുപാട് ഇവന്റ് അറ്റൻഡ് ചെയ്തു. ദമ്മി ഫിഷ് ഇല്ലാത്ത ഒന്നുമില്ല. അവിടെ വൺ സെറ്റപ്പ് ആയിട്ട് ഓരോ തട്ടുകൾ അങ്ങനെ സെറ്റപ്പ് ലക്ഷറി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. വീടിന്റെ അവിടെ തെങ്ങൾ ചെയ്ത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കണ്ടത് ഒരു ഈന്തപ്പനായിട്ട്. നമ്മൾ ഈന്തപ്പഴൊക്കെ ഉണ്ട് അവിടെ. ഞാൻ ലക്ഷറി വീടും അതുപോലെ ലക്ഷറി കല്യാണങ്ങളൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് വരും. അതായത് പാവങ്ങൾക്ക് കൊടുത്തൂടെ, ഇതൊക്കെ എന്താ ഉണ്ടാക്കിയിട്ട് കാര്യം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താ അറിയോ, ഇതുവഴി എത്ര ആളുകളുടെ ജോലി കിട്ടുമെന്ന് അറിയോ. അതായത് ഒരു കാറ്ററിംഗ് വർക്ക് അല്ലെങ്കിൽ എത്ര ഇവൻറ്റ് ചെയ്യുമ്പോൾ എത്ര പേർക്ക് ജോലി ഇട്ടിട്ടുണ്ടെന്ന് അറിയോ. അതുപോലെ ഈ ഒരു വീടിൻ്റെ ഒക്കെ ആൾ എത്ര സഹായം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവുമോ. നെഗറ്റീവ് പറയുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യം അറിയാതെ വെറുതെ അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. സ്റ്റാർട്ടറൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് പാലസ് കിച്ചൺ. അതുപോലെ എല്ലാ സംഭവങ്ങളും നാടൻ സ്നാക്സ് വരെ അതിലുണ്ട് കേട്ടോ. ഒരു മോക്ടെയിൽ കൗണ്ടർ ഉണ്ട്. സാധാരണ ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ കേട്ടോ. പാലസ് കിച്ചൺ ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു മോക്ടെയിൽ കൗണ്ടർ, സ്മോക്ക് ഒക്കെ പിന്നെ പല വെറൈറ്റികളാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ സാലഡ് ബാറിന്റെ അവിടെ ഒരുപാട് നമ്മളെ ഹയാത്തിലൊക്കെ ബൊഫേക്ക് പോലെ ഫീൽ കേട്ടോ. പിന്നെ കബാബ് ടിക്ക അങ്ങനെ അത്, പിന്നെ മട്ടൻ ബിരിയാണി പാലസ് കിച്ചണിന്റെ ഒരു സംഭവം തന്നെ. പിന്നെ ബീഫ് കാരക്കുടി, പിന്നെ ഡക്ക് മപ്പാസ്, പിന്നെ ഫ്രൈഡ് റൈസ്, ചിക്കൻ, പിന്നെ പാലക്കാട്ടെ പ്രസിദ്ധമായ സാക്ഷാൽ രാമശ്ശേരി ഇഡ്ഡലി വരെ അവിടെ ഉണ്ട്. പിന്നെ ദോശ കൗണ്ടർ, പിന്നെ നാടൻ കപ്പ, മീൻകറി അങ്ങനെ അത് വേറെ, പുട്ട്, പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ഗുലാബ് ജാമുൻ അത് വേറെ, പിന്നെ സ്മോക്ക് ചെയ്തതാ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഫുള്ള് വെറൈറ്റി സാധനം. നമ്മുടെ ബിരിയാണി ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. നമുക്കതേ പോകുമ്പോൾ നേരെ വണ്ടിക്ക് ഇങ്ങനെ എടുത്താക്കട്ടോ. ഫുള്ള് ബിരിയാണിയാണ്. കേരളത്തിൽ ലക്ഷറി ഇവന്റ്സ് ചെയ്യാൻ പറ്റിയ ടീം ഉണ്ടെങ്കിൽ അത് പാലസ് കിച്ചൺ തന്നെ. ഇപ്പോൾ ഓരോ ഈ ഒരു ഇത് കണ്ടോ, സെറ്റപ്പ് കണ്ടോ. ഞാൻ ഇവരെ വർക്ക് ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ലക്ഷറി ആയിട്ട് ഓരോരോ കൗണ്ടറുകൾ ഓരോരോ തീമിൽ ഇങ്ങനെ ചെയ്യും. പിന്നെ ഡിസേർട്ടൊക്കെ ആണെങ്കിൽ സംഭവം ഫുള്ള് വെറൈറ്റി. അതായത് ഒരു കഫേയിലൊക്കെ പോയിരിക്കുന്ന ആ ഫീലിംഗ് ഉണ്ട്. സാധാ ലോക്കൽ സാധനങ്ങളല്ല. ഞാൻ പല വീഡിയോയിൽ പറഞ്ഞോളൂ, നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ സ്ഥിരം കഴിക്കുന്ന സാധനം കണ്ടാലും എപ്പോഴും കിട്ടാത്ത സാധനം കഴിക്കണം എന്ന്. മട്ടൻ ഷീക്ക് കബാബൊക്കെ അത് അങ്ങനെ നിരത്തി വെച്ചിക്കണം അവിടെ. അപ്പോൾ നമുക്കിത് അവിടെ പ്ലാറ്റർ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഷീക്ക് കബാബാണ്. ഇത് മട്ടനാണോ? മട്ടൻ ഷീക്ക് കബാബ്. ഒരു ഇവന്റിന് റെസ്റ്റോറന്റ് ഒക്കെ പോലെ ഗാർണിഷിങ് പ്ലേറ്റിംഗ് ചെയ്ത് വെച്ചിട്ടോ. പിന്നെ സുൽത്താൻ ഇബ്രാഹിം എന്ന അറബിക് ഫിഷ് അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതൊക്കെ ഒരു ഇവന്റിൽ കിട്ടുകയാണ്. വളരെ സന്തോഷമുള്ള കാര്യമായിട്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞു, നമ്മൾ ഒരുപാട് സാധനങ്ങൾ കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനും ബിരിയാണി എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ അത് സ്ഥിരം കാണാത്ത സാധനങ്ങൾ മാത്രം എടുത്ത് കഴിക്കുക. അതാകുമ്പോൾ നമുക്ക് മാക്സിമം അങ്ങനെ കഴിക്കുക. ഇത് ഫുൾ ഫിഷാണ്. സുൽത്താൻ ഇബ്രാഹിം ഫിഷ്, അറബിക് ഫിഷൊക്കെയാണ്. ഇതെല്ലാ പരിപാടിയും കണ്ടോളന്നില്ല. അങ്ങനെ പ്രീമിയം ലക്ഷറി കല്യാണത്തിന് പാലസ് കിച്ചണൊക്കെ ചെയ്യുന്ന പരിപാടിയിൽ ഇങ്ങനെ സംഭവം കാണുള്ളൂ. സ്ലോ കുക്ക് ചെയ്ത സ്റ്റീം ചെയ്ത മട്ടൺ ഉണ്ടല്ലോ, അത് അങ്ങനെ തൊട്ടപ്പോൾ അങ്ങനെ ആവി ഇങ്ങനെ പോണ്ട തുറക്കണ സമയത്ത് അതിപ്പോൾ മെല്ലെ വലിച്ചപ്പോൾ അങ്ങോട്ട് പോകുന്നു ആളിട്ടോ. ഇനി മെല്ലെ പ്ലേറ്റ് കിട്ടുക അങ്ങനെ കഴിക്കുക എന്നുള്ള ചടങ്ങ് മാത്രമേ ഉള്ളൂ. ടൈമെന്ന് ഇങ്ങനെ ഓരോന്ന് മെല്ലെ മെല്ലെ ഇട്ടപ്പോൾ അതിന് ആളിങ്ങനെ ചാടി വരുന്നുണ്ട്. ഞാൻ സ്ലോ കുക്ക് ചെയ്ത മട്ടൻ നമ്മൾ മെല്ലെ എടുത്ത് കഴിക്കുക. അടിപൊളി കേട്ടോ. സ്ലോ കുക്ക് ചെയ്ത സ്റ്റീം ചെയ്ത മട്ടനാട്ടോ. സൂപ്പർ. പാലസ് കിച്ചണിൻ്റെ ഹൈലൈറ്റ് ആവില്ല മട്ടൻ ബിരിയാണി. ഞാൻ പലപ്പോഴും കഴിച്ചിട്ടുണ്ട് പോലെ മട്ടൻ ബിരിയാണി. ഒരു രക്ഷയില്ലാത്ത മട്ടൻ ബിരിയാണി.
അത്രക്ക് ഇഷ്ടപ്പെട്ട പാലസ് കിച്ചന്റെ മട്ടൻ ബിരിയാണിന്റെ ഫേവറേറ്റ് ആണ്. അതുപോലെ നമ്മൾ ഒരു കല്യാണത്തിനൊരു ഇവന്റിനൊക്കെ ഇങ്ങനത്തെ ലക്ഷറി പരിപാടിക്ക് ഒരുപാട് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. കുറച്ച് സാധനം നമുക്ക് ആസ്വദിച്ച് കഴിക്കാനും പറ്റും. നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞ പോലെ ബിരിയാണി ഒരുപാട് കഴിക്കുമ്പോൾ ഇങ്ങനെ മട്ടിക്കോ പേട്ടക്ക് ഇങ്ങനെ അച്ചാർ ഇങ്ങനെ തൊട്ട് കൊടുക്കുക കേട്ടോ. അപ്പം മട്ടിപ്പൺ പോവും. പിന്നെ അതാ ഒരു കുക്കുമ്പർ തേങ്ങ ഒരു സലാഡ് വളരെ വെറൈറ്റി ആയി തോന്നിട്ടോ. പിന്നെ അത് ആവോലി അൽഫാം ഇല്ലാത്തൊന്നുമില്ല. പാലസ് കിച്ചൺ എന്ന് പറഞ്ഞാൽ അത്ര സെറ്റബിൾ പരിപാടി ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീടാണ് കണ്ട് തകർത്തു. അപ്പോൾ കാണാം.